ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശുദ്ധ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ദൈവശ്വാസീയമായ വാക്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത് അവൻ എന്നോട് വിളിച്ചപേക്ഷിക്കും. ഈ സങ്കീർത്തനക്കാരൻ പാടുകയാണ്. ഈ സങ്കീർത്തനക്കാരൻ്റെ സങ്കീർത്തനമാകരുത്, നമ്മുടെ പാട്ടാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വിളിച്ചപേക്ഷിക്കണം. അവിടെയാണ് ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിനകത്ത് നന്നായിട്ട് നമ്മളുമായിട്ട് ആത്മാവ് ചേരുന്നത്. ഇത് നമ്മുടേതാകുമ്പോഴാണ്. അവിടെ പറയുന്നു, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയിൽ എത്ര പേര് കൂടെ കാണും? നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അനുഭവം കാണും. നിങ്ങളുടെ നല്ല സമയത്തുള്ളവരും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടത വരുമ്പോൾ ഉണ്ടെന്ന് പറയുന്നവർ ഇല്ലാതിരിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു, കഷ്ടകാലത്ത് ഞാൻ അവൻ്റെ കൂടെയിരിക്കും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും നമ്മുടെ കഷ്ടതയ്ക്കകത്ത് ചേർന്നിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടാകുമെന്നൊക്കെ പറയും, പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മനഃപൂർവ്വമായിട്ടല്ല, അവർക്കതിന് പറ്റത്തില്ല. അവർക്ക് പറ്റിയാൽ പോലും ദൈവം അതിനെ അനുവദിക്കത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ കൂടെയിരിക്കാം, ഞാൻ കഷ്ടകാലത്ത് കൂടെയിരിക്കും. ഇതുപോലെ വാഗ്ദത്തം പറയാൻ, ഇതുപോലെ കൂടെയിരിക്കാൻ ഒരു വ്യക്തിക്ക് പോലും പറ്റത്തില്ല. എന്നാൽ സങ്കീർത്തനക്കാരന് മനസ്സിലായി, ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ കൂടെയിരിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ദാവീദ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, കൂരിരുട്ടിന് താഴ്വരയിൽ കൂടി നടന്നാൽ പോലും ഞാൻ ഭയപ്പെടത്തില്ല, അവൻ എൻ്റെ കൂടെ ഇരിക്കും, അവൻ്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കും. അതൊരു ഉറപ്പാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കുന്ന ചിലരൊക്കെ പ്രതീക്ഷിക്കും, എന്നാൽ ആ സാഹചര്യം വരുമ്പോൾ അവർ മനഃപൂർവ്വമല്ല, ചിലപ്പോൾ വിളിച്ചാൽ പോലും ഒന്ന് കിട്ടണമെന്നില്ല. കാരണം എന്താ? ദൈവം അത് അനുവദിച്ചിട്ടില്ല. എന്നാൽ വിളിക്കേണ്ടവനെ വിളിച്ചാൽ എപ്പോഴും കിട്ടുന്ന 24 മണിക്കൂർ 365 ദിവസവും മയങ്ങാതെ ഉറങ്ങാതെ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകനെ വിളിച്ചാൽ വചനം പറയുന്നു, കഷ്ടതയാകട്ടെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. കൂടെ ഇരിക്കുക മാത്രമല്ല, ഞാൻ വിടുവിച്ച് മഹത്വപ്പെടുത്തും. പ്രിയരെ, മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് കൂടെ ഇരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.